അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മുടെ പഠനം മന്ദിരത്തിലെ ഓരോ ക്ലാസ്സുകളും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. പലരും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങളിത് പഠനം തുടങ്ങിയെന്ന്, അക്ഷരം അറിയാത്തവർ വരെ അല്ലേ. ഇത് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു മക്കൾക്കുള്ള അക്ഷരങ്ങളാണ് ആദ്യമായി പരിചയപ്പെടുത്തേണ്ട അക്ഷരങ്ങൾ നമ്മൾ പഠിപ്പിച്ചു അല്ലേ. ഒരു കുട്ടിയെ ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എളുപ്പമുള്ള അക്ഷരങ്ങളായിരിക്കണം, പെട്ടെന്ന് അവരുടെ മനസ്സിൽ നിൽക്കുന്നതായിരിക്കണം, മറക്കാത്തതായിരിക്കണം അല്ലേ. ഇൻഷാ അല്ലാഹ് നല്ല മക്കളാണ്. നമുക്കൊരു പാട്ട് പാടാം, ഉസ്താദിൻ്റെ പാട്ട് പാടട്ടെ. നമ്മുടെ പുസ്തകത്തിലൊക്കെ ഒരുപാട് പഠന മന്ദിരത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഇതിനകത്തൊക്കെ ഒരുപാട് പാട്ടുണ്ട് അല്ലേ. ഇത്തിരി പാട്ട് നമ്മൾ പഠിച്ചില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഉസ്താദിനെ കുറിച്ചൊരു പാട്ടാണ്. ആരെക്കുറിച്ചാ? ഞാൻ പാടിത്തരുമ്പോൾ പാടണേ. ഞങ്ങൾക്കുണ്ടോരുസ്താദ്, ഞങ്ങൾക്കുണ്ടോരുസ്താദ്, നന്മ നിറഞ്ഞോരുസ്താദ്. ഞങ്ങൾക്കുണ്ടോരുസ്താദ്, നന്മ നിറഞ്ഞോരുസ്താദ്. അറിവ് പകരും ഉസ്താദ്, സ്നേഹം ചൊരിയും ഉസ്താദ്. തെറ്റു തിരുത്തും ഉസ്താദ്, നേർവഴി കാട്ടും ഉസ്താദ്. കുട്ടികൾ ഞങ്ങൾക്കെന്നെന്നും കൂട്ടായെത്തും ഉസ്താദ്. ഞാനൊന്ന് പാടട്ടെ. ഞങ്ങൾക്കുണ്ടോരുസ്താദ്, നന്മ നിറഞ്ഞോരുസ്താദ്, അറിവ് പകരും ഉസ്താദ്, സ്നേഹം ചൊരിയും ഉസ്താദ്. തെറ്റ് തിരുത്തും ഉസ്താദ്, നേർവഴി കാട്ടും ഉസ്താദ്. കുട്ടികൾ ഞങ്ങൾക്കെന്നെന്നും കൂട്ടായെത്തും ഉസ്താദ്. അല്ലേ, നമ്മൾ ഉമ്മാടൊക്കെ പാട്ടൊക്കെ പഠിച്ചില്ലേ? എന്നോട് ഉമ്മ പൊന്നുമ്മ. അതൊന്ന് പാടിയേ, നല്ലോണം പാടി. എന്നോട് ഉമ്മ പൊന്നുമ്മ, മുത്തം നൽകും പൊന്നുമ്മ. എന്നോടിഷ്ടം കൂടിയിടും, പാലും പഴവും തന്നീടും. എന്നോട് ഉപ്പ പൊന്നുപ്പ, മുത്തം നൽകും പൊന്നുപ്പ. എന്നോടിഷ്ടം കൂടിയിടും, എല്ലാം വാങ്ങിത്തന്നീടും. എന്നുപ്പാക്കും ഉമ്മാക്കും ഗുണമേകിതനെ യാ അല്ലാ. എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത് എന്താണ്? ദുആണല്ലേ. എന്നുപ്പാക്കും ഉമ്മാക്കും ഗുണമേകിതനെ യാ അല്ലാ അല്ലേ. നല്ല പാട്ടുകൾ നമുക്ക് പഠിക്കണം. അപ്പം നമുക്കിന്ന് പഠിക്കുന്നത് എന്താണ്? നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ പഠിച്ചത് 5 അക്ഷരങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആ, ബ, ത, ഈ 5 അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഒന്ന് പറഞ്ഞേ. പഠിച്ചു. ഇനി ഈ 5 അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ പഠിപ്പിക്കണം, ഒരു പദങ്ങൾ പറയാം. അതായത് ഒരു കുട്ടിക്ക് ആദ്യമേ പഠിപ്പിക്കുന്നത് 2 അക്ഷരം മാത്രമുള്ള പദം. ഉദാഹരണം പറഞ്ഞാൽ ആ പഠിച്ചു. പഠിച്ചപ്പം ആ ബ, ഈ 2 അക്ഷരങ്ങൾ ചേർത്തു, ആ ബ. ഇനി ഇച്ചിരി കൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ആ ബ ദായും കൂടെ പറയാം, അബദ. രണ്ടാമത് ബ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അബ പറയുന്നതോടൊപ്പം തന്നെ ആ ബ തായും കൂടെ ചേർക്കാം, അബത്ത. മൂന്നാമത്തെ താ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്യാം? അത്ത എന്ന് പറയാം. അപ്പൊ എന്താ ചെയ്യാം? ആ ത ബ, അത്തബാന്ന്. ഇനി അടുത്ത് ജ പഠിച്ചു. അപ്പൊ ഇതൊക്കെ ജീമ്, അലിഫ്, ബ, ത, സ, ജീം എന്നൊക്കെ നമുക്ക് വേറെ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അകാരം എന്ന ശബ്ദത്തിലുള്ള, അതായത് ഫതഹ് മാത്രം ഇട്ടാ പഠിപ്പിക്കുക. അപ്പൊ ജ പഠിച്ചു. അപ്പൊ ഇതെന്തായി? അജ എന്ന് വായിക്കാം. എന്നിട്ടോ അജബ എന്ന് വായിക്കാം. ഇനി ഒരു അക്ഷരം കൂടി എഴുതാനുണ്ട്, പക്ഷെ ബോർഡ് ചെറുതായതുകൊണ്ട് എഴുതുന്നതേ ഉള്ളൂ. അപ്പൊ ദാ ആണ്. ദാ എന്താക്കാം? ദാ ഇവിടെ എഴുതിയിട്ട് അതാന്ന് വായിപ്പിക്കാം, അദബാന്ന് പറയിപ്പിക്കാം, കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങനെ എന്ത് ചെയ്യാം? ചെറിയ വാക്കിലൂടെ നമുക്ക് എന്താക്കാം? വലിയ പഠനത്തേക്ക് നമുക്ക് കടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അല്ലാഹു തആല നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.